പിന്നെ ഡെയിലി വരുന്ന ഇൻകം നിന്നു. പിന്നെ അയാളെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ആ ക്യാഷും ഇല്ല, ഒന്നുമില്ല. അതോടുകൂടി ആ 1,00,000 പോയോ? 1,00,000 പോയി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ വീട്ടിൽ ഉപ്പ ആരും അറിയാതെ ഉമ്മാൻ്റെ ഗോൾഡ്, ഉമ്മാൻ്റെ സമ്മതത്തിൽ ഞാൻ ഫസ്റ്റായിട്ട് ഗോൾഡ് പണയം വെച്ച് 1,00,000 രൂപ ഈ വ്യക്തിക്ക് ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുപോയി കൊടുക്കുകയാണ്. അത് ആസിഫിന്റെ ഉമ്മാന്റെ എൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് 1,00,000 രൂപ. 1,00,000 രൂപ. 1,00,000 രൂപ കൊണ്ട് കൊടുത്ത എന്ത് കിട്ടും? കൊണ്ടു കൊടുത്ത ഡെയിലി 1000 രൂപ വെച്ച് നമുക്ക് ഇൻകം കിട്ടും. കൊള്ളാം. എന്നിട്ട് അപ്പം ഞങ്ങൾ കൊണ്ടുപോയി വെച്ചു. ഫസ്റ്റ് 1-ാം തീയതി നമ്മൾ ആ കൊണ്ടുപോയി വെച്ച് പിറ്റേ ദിവസം മുതൽ ഡെയിലി ഞങ്ങൾക്ക് 10 ദിവസം വരെ തുടർച്ചയായിട്ട് 12 ദിവസം വരെ കിട്ടിയിട്ടുണ്ടാവും. 1000 രൂപ വെച്ച് കിട്ടി, 12,000 രൂപ വെച്ച് കിട്ടി. 1 രൂപ പോലും ഞങ്ങൾ ഇത് ചിലവാക്കിയില്ല. കാരണം ഞങ്ങൾക്ക് ഇതിൻ്റെ ക്യാപിറ്റൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാഷ് എടുക്കാൻ നമുക്ക് സ്വർണം തിരിച്ചു കൊടുക്കാമല്ലോ. തിരിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ 12 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡെയിലി വരുന്ന ഇൻകം നിന്നു. പിന്നെ അയാളെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ആ ക്യാഷും ഇല്ല, ഒന്നുമില്ല. എത്രാം ക്ലാസ് പഠിക്കുമ്പോഴാണ്? അത് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. അതോടുകൂടി ആ 1,00,000 പോയോ? 1,00,000 പോയി. ഉമ്മാൻ്റെ അടുത്ത് പോയി പറഞ്ഞോ? ഉമ്മാൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞില്ല, പതിയെ സമയമെടുത്തു പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞിരുന്നു 2 മാസം സമയം, അതിനുള്ളിൽ എനിക്കിത് തിരിച്ചെടുത്ത് തരണം ഉമ്മ എന്ന് പറഞ്ഞിരുന്നു എന്നോട്.